5 വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 മണി വാർത്താ സമ്മേളനവുമായി പതിവായി എത്തിയപ്പോൾ അത് തുടർ ഭരണത്തിലുള്ള അവസരമാകുമെന്ന് പ്രതിപക്ഷം കരുതിയിരുന്നില്ല. കോവിഡ് കാലത്ത് സൃഷ്ടിച്ച കരുതൽ ഇമേജും അതിനൊപ്പമുള്ള PR വർക്കും കൂടിയായപ്പോൾ കേരളത്തിൽ മറ്റാർക്കും സാധിക്കാത്ത കാര്യം തുടർ ഭരണം പിണറായി വിജയൻ നേടിയെടുത്തു. ഇതിനുശേഷം കാലങ്ങളേറെ കഴിഞ്ഞു. പതിവ് പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന് വൻ തിരിച്ചടിയേറ്റു. പതിവിന് വിപരീതമായി കേരളത്തിൽ നിന്നും ഒരു BJP MP ഉണ്ടായി. മാത്രമല്ല BJPയുടെ മുന്നേറ്റം കണ്ട് CPM ശരിക്കും ഞെട്ടുന്നതും കണ്ടു. ഇതിനിടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് കൂടി കളം ഒരുങ്ങുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇടതുമുന്നണിക്ക് അത്രയ്ക്ക് അനുകൂലമല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസും PV അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തകർത്തിട്ടുണ്ട്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ മാത്രമാണ് CPM വിജയിച്ചത്. ഇതോടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എളുപ്പമല്ലാത്ത അവസ്ഥയിലാണ്. എന്താകും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഇടതു തന്ത്രം എന്നാണ് അറിയേണ്ടത്. അതിൻ്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ പ്രസംഗവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോട് പ്രതികരിച്ച രീതിയും ഈ തന്ത്രങ്ങളുടെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയും അടുത്ത കാലത്തായി ന്യൂനപക്ഷങ്ങൾ CPMൽ നിന്ന് അകലുന്നു എന്നും മനസ്സിലായതോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ പിണറായി മാറ്റിപ്പിടിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്ക് വിവിധ വിഷയങ്ങളിലെ നിലപാടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അകന്ന അവസ്ഥയിലാണ്. അതേസമയം എക്കാലവും CPMനൊപ്പം നിന്ന ഈഴവ വോട്ട് ബാങ്കിൽ BJP വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ CPM തന്ത്രങ്ങൾ മെനയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി നടത്തിയ വിവാദ പരാമർശം മുൻകൂട്ടി എഴുതിയ തിരക്കഥയുടെ ഭാഗമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാനാണ് പിണറായിയുടെ നോട്ടം. ഇതിനായാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി സംസാരിച്ചതും. ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിലനിർത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. വരും ദിവസങ്ങളിൽ CPM പയറ്റാൻ പോകുന്ന രാഷ്ട്രീയം എന്തെന്ന് വ്യക്തമാകുന്നതാണ് ചേർത്തലയിലെ പിണറായിയുടെ വാക്കുകൾ. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളല്ല വെള്ളാപ്പള്ളി നടേശനെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. വിവിധ മതവിഭാഗങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുവാനുള്ള പ്രത്യേക ശേഷി വെള്ളാപ്പള്ളിക്കുണ്ട്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം നാക്കിലുണ്ട്. എന്നാൽ തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കുന്ന സാഹചര്യം ഒരു പ്രസംഗത്തിൽ വന്നു. ഇക്കാര്യത്തിൽ അവധാനതയോടെ അദ്ദേഹം നീങ്ങണം. വെള്ളാപ്പള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല ഇക്കാര്യം പറയുന്നത്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലമാണിത്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അവരെ സംരക്ഷിക്കാൻ വരുന്നവർ ഒന്നിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തു വന്നെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തന്നെ പുകഴ്ത്തിയതിന് പിന്നാലെ വെള്ളാപ്പള്ളി പിണറായി വിജയൻ തുടർ ഭരണം നേടുമെന്നും പറഞ്ഞു. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ച നേടാനുള്ള കാലാവസ്ഥയാണെന്ന് വെള്ളാപ്പള്ളിയും പറയുന്നു. യോഗത്തോടും പിന്നോക്ക സമുദായങ്ങളോടും എപ്പോഴും കരുണാമയമായ സമീപനമാണ് പിണറായി വിജയനുള്ളത്. സർക്കാരുമായുള്ള ഇടപെടലുകളിൽ പല കുറവുകളും ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും പൊതുവേദിയിൽ പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭരണ തുടർച്ചയ്ക്ക് ആശംസയും നേർന്നു. വെള്ളാപ്പള്ളി നടേശന് പുകഴ്ത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പഴയ വാചകങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുന്നുണ്ട്. കോഴിക്കോട് മാൻഹോളിൽ മരണപ്പെട്ട നൗഷാദിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും RSSന്റെ നാവ് കടമെടുത്ത ആളാണ് വെള്ളാപ്പള്ളി എന്നുള്ള മുഖ്യമന്ത്രിയുടെ പഴയ നിലപാട് ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് 10 വർഷം മുമ്പ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ്
വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുന്നത്. അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ്. കേരളത്തിലെ തെഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത്. ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു. അതിന്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിന് കഴിയില്ല. ഇതായിരുന്നു 2015 നവംബർ 29 മുഖ്യന്റെ പോസ്റ്റ്. RSSന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് VS അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം. RSS ബന്ധം അദ്ദേഹത്തിന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിലെത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല RSS രാഷ്ട്രീയം. അത് തിരിച്ചറിഞ്ഞ ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല. വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീ നാരായണീയരുടേത്. മതമെന്നാൽ അഭിപ്രായം, അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചു എന്നാരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടു പോകുവാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല എന്നാണ് 2015 ഒക്ടോബർ 5 പോസ്റ്റിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് ഘടകവിരുദ്ധമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടും. ഇതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം വ്യക്തമാണ് താനും. നേരത്തെ നിലമ്പൂരിൽ വച്ചാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശം ഉണ്ടായത്. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഈ പരാമർശം നടത്തിയതെന്നാണ് സൂചനകൾ ഉണ്ടായത്. ഈ പരാമർശത്തെ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടെ എടുത്തപ്പോഴാണ് പിണറായി വെള്ളാപ്പള്ളിക്ക് ഓച്ചാന പാടുന്നതെന്നതും ശ്രദ്ധേയമാണ്. BJPയുടെ പുതിയ നേതൃത്വവും സ്വന്തം നിലയിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവ ഹിന്ദു വോട്ട് ബാങ്കുകളിലാണ് BJPയുടെ കണ്ണ്. രാജീവ് ചന്ദ്രശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കിയതും കൃത്യമായ നീക്കത്തോടെയാണ്. ഇതോടെ CPM നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച പ്രതീക്ഷിക്കുന്നു എന്ന മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പിണറായിയും നടത്തുന്നത്. മലപ്പുറം പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമെന്നായിരുന്നു ചുങ്കത്തറയിൽ നടന്ന SNDP യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ എല്ലാ തിക്കും നോട്ടവുമൊക്കെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്നവരാണ്. സ്വതന്ത്രമായൊരഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ സാധിക്കുന്നില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്. ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്.